കായംകുളം പോലീസ് സബ് ഡിവിഷൻ പരിധിയിലുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സിലുള്ള ജേഴ്സി വിതരണം നടന്നു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം പോലീസ് സബ് ഡിവിഷൻ പരിധിയിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സബ് ഡിവിഷൻ റെസിഡന്റ് റെസ്ക്യൂ ഫോഴ്സിനുള്ള ജേഴ്സി വിതരണം നടന്നു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ജേഴ്സി വിതരണം നിർവഹിച്ചു. കായംകുളം സബ് ഡിവിഷൻ്റെ കീഴിൽ കായംകുളം സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് എന്ന ഒരു സന്നദ്ധ ഫോഴ്സ് തുടങ്ങുകയാണ്. വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി റെസിഡൻസ് അസോസിയേഷനുകളെ കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് പോലീസും റെസിഡൻസ് അസോസിയേഷനും കൂടെ ചേർന്നുകൊണ്ട് ഉള്ള നൈറ്റ് പെട്രോളിംഗ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കായംകുളം സബ് ഡിവിഷൻ്റെ കീഴിൽ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള 5 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും റെസിഡൻസ് അസോസിയേഷനും അതാത് പോലീസ് സ്റ്റേഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ആയിരിക്കും ഇനി മുതലുള്ള നൈറ്റ് പെട്രോളിംഗ് നടത്തുക. അപ്പം അതായത് വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ തടയുക, അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽസിൻ്റെ കേന്ദ്രീകൃതം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പൊതുജനങ്ങളും പോലീസുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പെട്രോളിംഗ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ വിഭാഗം ഇന്നു മുതൽ ആരംഭിക്കുന്നു. അതിന് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും മുൻതൂക്കം നൽകുന്നുണ്ട്. കൂടാതെ പോലീസ് വാഹനത്തെക്കാൾ ഉപരി ഓട്ടോറിക്ഷ അങ്ങനെയുള്ള സ്വകാര്യ വാഹനങ്ങളിലൂടെ പെട്രോളിങ്ങിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാത് ഏരിയയിലുള്ള റെസിഡൻസ് അസോസിയേഷൻകാർക്ക് മനസ്സിലാകും ഏതൊക്കെ ഏരിയകളിലാണ് ആൻറ്റി സോഷ്യൽസ് തമ്പടിക്കുന്നത്, അതുപോലെ തന്നെ മോഷണങ്ങൾ ഉണ്ടാകുന്ന ഏരിയകൾ ഏതൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പെട്രോളിങ്ങുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഫോഴ്സിനെ തന്നെ പോലീസിന് ഏരിയകളിലും ഈ സബ് ഡിവിഷൻ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സും പോലീസോടെ ചേർന്നുള്ള പെട്രോളിംഗ് ഉണ്ടാകുന്നതാണ്. കായംകുളം സബ് ഡിവിഷന്റെ പരിധിയിലുള്ള ഹരിപ്പാട്, തൃക്കുന്നപ്പുഴ, കരിയിലക്കുളങ്ങര, കനകക്കുന്ന്, വിയ്യപുരം, കായംകുളം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ച് പോലീസ് സേനയോടൊപ്പം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായും രാത്രികാല പെട്രോളിങ്ങിന് പോലീസ് സേനയോടൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വർദ്ധിച്ചു വരുന്ന മോഷണ പരമ്പരകളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിന്റെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്നുകൊണ്ട് ഓട്ടോറിക്ഷ പെട്രോളിംഗ്, സ്വകാര്യ വാഹനങ്ങളിലുള്ള പെട്രോളിംഗ് എന്നിവ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. CT ന്യൂസ്, കായംകുളം.